ഇന്ന് നമ്മൾ ഗുരുവായൂർക്ക് വന്നതാണ് തൊഴാൻ വേണ്ടിയിട്ട്. ഈ മാസം തൊഴാൻ പറ്റില്ല എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ, തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്, കുട്ടികൾക്ക് എക്സാം ഒക്കെ ആയിട്ട്. പക്ഷേ പെട്ടെന്നാണ് ഒരു പ്ലാൻ ഉണ്ടായത് നമുക്ക് ഗുരുവായൂർ പോകാന്നുള്ളത്. വൈകുന്നേരമാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 5:00 കൂടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ ആദ്യം ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു, വെളിച്ചം വെട്ടൊക്കെ പോകുന്നതിന് മുന്നേ. പിന്നെ ക്യൂവിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഒരു നേരം ആവും എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ തിരക്കൊന്നും കണ്ടില്ല കേട്ടോ. ഇങ്ങനെ ഒരു തിരക്കില്ലാതെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യൂടെ അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. കുട്ടികളെ ക്യൂവിൽ നിർത്തിയിട്ട് ഞാൻ ശരണം കൂടെ ബാഗ് വെക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ഭഗവാന് അവിൽക്കിഴി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേജിൽ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വരിയിലൊക്കെ നിന്ന് ഒരു 5 മണിക്കൂർ വരിയിൽ നിന്നിട്ട് ഭഗവാനെ കൺകുളിർക്കെ കണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുറത്ത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുപാട് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയിൽ ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റിവിറ്റിയാണ് കേട്ടോ. വൈകുന്നേരം പോകാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കൂടുതൽ അമ്പലങ്ങൾക്ക് ഇഷ്ടം. അതുപോലെ ഞങ്ങൾ കുറേ നേരം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ശരണിക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് അവളതൊക്കെ വാങ്ങി പെറുക്കി പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് പിന്നെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ പ്രാവശ്യം. ഞങ്ങൾ അങ്ങനെ തൊഴുതിങ്ങോട്ട് പോരാന്ന് വിചാരിച്ചു. കൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിഷുവൊക്കെ അടുപ്പിച്ചായപ്പോഴേക്കും എനിക്കിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കൈ ധരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലുണ്ട് ഒരു വിഗ്രഹം, പിന്നെ ഒരുപാട് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് കണ്ണൻകുട്ടിക്ക് ഈ ഒരു മാല വേണ്ടടാന്ന് ചോദിച്ചതാണ്. ആനക്കൊമ്പിൻ്റെ ആയിരുന്നു, ഒറിജിനൽ അല്ല പക്ഷെ അതുപോലെ. അപ്പോൾ അവന് വേണ്ടാന്നൊക്കെ പറഞ്ഞു. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോരാണ് കേട്ടോ. വഴിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. പൊട്ട ഫുഡായിരുന്നു കേട്ടോ. ഒക്കെ കേട് വന്നിട്ടുണ്ടായിരുന്നു. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോൾ ഗ്യാസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പാടായതുകൊണ്ടേ കുറച്ച് നേരത്തെ വെച്ചതൊക്കെ ആയിരിക്കും. എന്തായാലും അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ്. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.